നമ്മുടെ നാട്ടിൽ ഒത്തിരി പേരുണ്ട് അത്യാവശ്യം സാലറി ഇല്ലാതെ ചെറിയ സാലറിക്ക് വളരെയധികം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവർ. അപ്പോൾ അവരുടെ എല്ലാ ആഗ്രഹമാണ് നല്ലൊരു ജോലി, നല്ലൊരു സാലറിക്ക് നല്ലൊരു ജോലി നേടുക എന്നുള്ളത്. ഇത് വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും. നാട്ടിൽ അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും വിദേശത്തേക്ക്, ഗൾഫ് കൺട്രീസിലേക്ക് മെയിനായിട്ടും കയറി വരുന്നത്, ജനറൽ വർക്കിനാണെങ്കിലും. അപ്പം അങ്ങനെയുള്ളവരോടാണ് ഒരു കാര്യം പറയാനുള്ളത്. നിങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ചിലപ്പോൾ ഒരു കൂട്ടുകാരനായിരിക്കും പറയുന്നത്, എടാ അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് പോയി അറ്റൻഡ് ചെയ്യും, അത് അത്യാവശ്യം നല്ല പാക്കേജാണ്, നിനക്ക് പറ്റിയ ഒരു കാര്യമാണ്, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്, കിട്ടിയാൽ കിട്ടി, പോയി എന്നുള്ള രീതിക്ക് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ വിനിയോഗിക്കുക. ഇൻ്റർവ്യൂവിനൊക്കെ പറ്റാവുന്നത് അറ്റൻഡ് ചെയ്യുക. മടി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. വർഷങ്ങൾ കടന്നു പോകും, കാലങ്ങൾ കടന്നു പോകും, ഒരു ഗുണവും ഇല്ലാതെ ഈ വർഷങ്ങളിൽ ഒന്നും നേടാനാകാതെ ഈ കാലവും കടന്നു പോകും. അപ്പം പരമാവധി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ജോലി വേക്കൻസികൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ മാധ്യമങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തി അതിൽ ജോലി സാധ്യതകളെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ച് അതിനെ ഫോളോ ചെയ്യുക. എല്ലാവരും പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിലൊരു കറക്റ്റ് ഒരു പോസിറ്റീവ് ചിന്താഗതിയോട് കൂടി ഒരു കാര്യത്തെ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ഇന്നത് ചെയ്യണം, ഇന്നതാകണം എന്നുള്ള ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നേടുക തന്നെ ചെയ്യും. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ബാക്കിയെല്ലാം തനി ഓട്ടോമാറ്റിക്കലി വന്നോളും. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാനാണെങ്കിൽ ഞാനിപ്പോൾ സൗദിയിലാണ്. കയറി വന്നത് ഒഡെപെക് എന്ന് പറയുന്നൊരു കേരള ഗവൺമെൻറ് തന്നെ ഒരു ഏജൻസിയാണ്. അങ്കമാലിയിലാണ് അതിൻ്റെ ഓഫീസ്. തിരുവനന്തപുരത്താണ് അതിൻ്റെ ഹെഡ് ഓഫീസ്. അങ്കമാലി വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. അപ്പം ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെയാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ട്രസ്റ്റുണ്ട്, വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഏജൻസികളൊക്കെ ആണെങ്കിൽ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് ഫീസുണ്ട്, അതിൽ ഫ്രോഡ്സ് ഉണ്ട്. ഇപ്പം ഒത്തിരി ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ മീഡിയകളിൽ കൂടി അല്ലാതെ തന്നെ ഒരുപാട് തട്ടിപ്പിന് സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഓരോ ഏജൻസി സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ വളരെ വ്യക്തമായി എല്ലാ ബാക്ക്ഗ്രൗണ്ടും ചെക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. പൈസയൊക്കെ കൊടുക്കുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള തെളിവ് കാര്യങ്ങളെല്ലാം വേണം. അപ്പം നഷ്ടപ്പെട്ടതിനെയും കഴിഞ്ഞ കാലത്തെയും ഓർത്ത് ദുഃഖിക്കാതെ എല്ലാവരും അടിച്ചു കയറി വാ. ഫ്ലൈ ഹൈ ഹബീബി. മാസ്സലാമ.